വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഏറ്റവും ഗ്ലാമർ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് തിരുവനന്തപുരത്തെ നേമമാണ്. ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി പ്രതിനിധീകരിക്കുന്ന നേമം മണ്ഡലത്തിൽ ബി.ജെ.പി വലിയ രീതിയിലുള്ള പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മണ്ഡലം കൂടിയായി നേമം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേമം മണ്ഡലത്തിൽ CPM ഒരു വശത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ലെങ്കിൽ പോലും പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം ബി.ജെ.പി ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ ആണെന്നുള്ള കാര്യം ഉറപ്പിച്ചും കഴിഞ്ഞു. അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖർ നേരിട്ടിറങ്ങി നേമം മണ്ഡലത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. നേമം മണ്ഡലത്തിലെ തളിയിൽ എന്ന സ്ഥലത്തുള്ള ഇന്ദിരാഗാന്ധി പ്രതിമ ജംഗ്ഷനിലെ ഒരു മതിലാണിത്. ആ മതിലിൽ താമര ചിഹ്നം വരച്ചുകൊണ്ട് നമുക്ക് വേണം വികസിത നേമം എന്ന് എഴുതി ചേർത്തുകൊണ്ട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിൽ ഔദ്യോഗികമായി തന്നെ സംസ്ഥാനത്ത് പ്രചാരണത്തിന് തുടക്കം കുറിച്ച മണ്ഡലം കൂടിയായി നേമം മാറുന്നു എന്നുള്ളതാണ്. ഇതിൽ നേമം എന്ന് എഴുതി ചേർത്തത് രാജീവ് ചന്ദ്രശേഖറാണ് സ്വന്തം കൈപ്പടയിൽ. ഒപ്പം തന്നെ താമരയ്ക്ക് നിറം പകർന്നതും സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ്. ബി.ജെ.പിയുടെ A ക്ലാസ് മണ്ഡലം എന്നുള്ള നിലയിൽ വിലയിരുത്തപ്പെടുന്ന നേമം മണ്ഡലത്തിൽ താൻ തന്നെയായിരിക്കും സ്ഥാനാർത്ഥിയെന്ന് രാജീവ് ചന്ദ്രശേഖർ ഒന്നിലധികം വട്ടം പറഞ്ഞിരുന്നു. ഇന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഈ മണ്ഡലത്തിൽ തന്നെ മത്സരിക്കാനാണ് താല്പര്യം, അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം ഇനി മറ്റൊരു അത്ഭുതം നേമത്ത് സംഭവിക്കാനില്ല. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ നേമത്ത് മത്സരിക്കുമെന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൗതുകമായിട്ടുള്ള ഒരു കാര്യമുള്ളത് ഈ ചിഹ്നം ഇവിടെ വരച്ച് ചേർത്തു, പക്ഷേ അതിനകത്ത് ചുവന്ന ഉള്ളതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനോട് അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി. അത്തരത്തിൽ രസകരമായ കാര്യങ്ങൾ കൂടി സംഭവിച്ച ഒരു നിമിഷമായിരുന്നു ഇന്ന് പ്രചാരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. എന്തായാലും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് പ്രചാരണത്തിന് തുടക്കം കുറിച്ചതോടുകൂടി ഉടനടി സ്ഥാനാർത്ഥി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിക്കും എന്നുള്ള അറിയിപ്പ് കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML റിപ്പോർട്ടർ ഹരിമോഹൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.